കുരിശിന്റെ വഴിയിലെ 6-ാം സ്ഥലം ധ്യാനിക്കുമ്പോൾ തിരസ്കരിക്കപ്പെട്ടവരിൽ ദൈവത്തെ കണ്ടെത്തുക എന്ന വലിയ ബോധ്യത്തിലേക്ക് നാം നയിക്കപ്പെടുകയാണ്. പടയാളികളുടെ പരിഹാസവും ജനക്കൂട്ടത്തിന്റെ ശാപവാക്കം കേട്ട് ഒരു കുറ്റവാളിയെ പോലെ നീങ്ങുന്ന യേശുവിന്റെ തിരുമുഖമാണ് വേറോനിക്ക തുറയ്ക്കുന്നത്. ആ സമയം ലോകത്തിന്റെ കണ്ണിൽ യേശു വെറും ഒരു പരാജയമായിരുന്നു. എന്നാൽ വേറോനിക്ക കണ്ടത് ആ വിരൂപമാക്കപ്പെട്ട മുഖത്തിന് പിന്നിലെ ദൈവത്വത്തെയാണ്. സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരിലും രോഗികളിലും പാവപ്പെട്ടവരിലും വിരൂപമാക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നാം കാണാൻ ആഗ്രഹിക്കുന്നത് തിളക്കമുള്ള മുഖങ്ങളെയാണ്. എന്നാൽ ക്രിസ്തു നമ്മെ കാത്തു നിൽക്കുന്നത് വേദനിക്കുന്ന മുഖങ്ങളിലാണെന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 6-ാം സ്ഥലത്തെ ഭക്തിയോടെ ധ്യാനിക്കാം. വാടിത്തളർന്നു മുഖം, നാഥന്റെ കണ്ണുകൾ താണുമങ്ങി, വേറോനിക്കാമിഴിനീർ തൂകിയ ദിവ്യാനന്ദം തുടച്ചു. മാലാഖമാർക്കെല്ലാം ആനന്ദമേകുന്ന മാനത്തെ പൂനിലാവേ, താബോർ മാമല മേലേ നിൻ മുഖം സൂര്യനെ പോലെ മിന്നി. ഇന്നാ മുഖത്തിൻ്റെ ലാവണ്യമൊന്നാകെ മങ്ങി, ദുഃഖത്തിൽ മുങ്ങി. 6-ാം സ്ഥലം വേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുറയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭക്തയായ വേറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തന്റെ തൂവാലയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വേറോനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പീഡാനുഭവങ്ങളുടെ ഭാരത്താൽ തളർന്നു നീങ്ങുന്ന ഈശോയുടെ മുഖം രക്തവും വിയർപ്പും മണ്ണും കൊണ്ട് വിരൂപമായിരുന്നു. ഈ കാഴ്ച കണ്ടുനിന്ന വേറോനിക്ക പടയാളികളുടെയും ജനക്കൂട്ടത്തിന്റെയും പരിഹാസങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ട് വന്നു. തന്റെ തൂവാല കൊണ്ട് ഈശോയുടെ തിരുമുഖം തുറയ്ക്കുന്നു. പ്രിയമുള്ളവരെ, വേറോനിക്ക ഈശോയ്ക്ക് നൽകിയത് ഒരു ചെറിയ തൂവാല മാത്രമാണ്. എന്നാൽ ഈശോ തിരികെ നൽകിയത് തന്റെ തിരുമുഖത്തിന്റെ മുദ്രയാണ്. നാം ദൈവത്തിന് വേണ്ടി നൽകുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവിടുന്ന് വലിയ കൃപകളായി തിരികെ നൽകും. ഈ നിമിഷം നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ഹൃദയമാകുന്ന തൂവാല നാം ആർക്കാണ് നൽകുന്നത്? ലോകത്തിന്റെ വിയർപ്പും അഴുക്കും തുടയ്ക്കാനാണോ, അതോ ക്രിസ്തുവിന്റെ മുഖമുദ്ര പതിയാനാണോ? നാം മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിൽ ക്രിസ്തുവിന്റെ രൂപം തെളിയുകയാണ് ചെയ്യുന്നത്. അതിനാൽ പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ഈശോയെ,
അങ്ങയുടെ മുഖം തിരിച്ചറിയാനാവാത്ത വിധം പാപം കൊണ്ടെൻ്റെ ആത്മാവ് വിരൂപമാണ്. വേറോനിക്കയുടെ തൂവാലയിൽ എന്ന പോലെ ഓ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങയുടെ സ്നേഹത്തിന്റെ ചിത്രം പതിപ്പിക്കണമേ. വേദനിക്കുന്നവരിൽ അങ്ങയെ കണ്ട് ആശ്വസിപ്പിക്കുവാനുള്ള ആത്മധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.